ബി ജെ പിയും ആർ എസ് എസും എത്രമാത്രം വലിയൊരു ഫാസിസ്റ്റ് സംഘടനയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കരുതുന്നത് ഈ ഫാസിസ്റ്റ് പ്രസ്ഥാനം അവരുടെ ശത്രുക്കളെ വകവരുത്തുന്ന പ്രസ്ഥാനമെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നതെങ്കിൽ, സംഘടനയ്ക്കകത്ത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തി നടത്തുന്നവരെ ശാരീരികമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെന്ന് ആർ എസ് എസ് എന്നും ബി ജെ പി എന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന 3 സംഭവങ്ങളും പരിശോധിച്ചാൽ കാണുക. അപ്പോൾ ആനന്ദിൻ്റെ കാര്യം തന്നെ എടുത്താൽ, ആനന്ദിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട ആളല്ല. അയാളുടെ സാമ്പത്തികമായിട്ട് അയാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ്, കുടുംബം മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ്. അയാൾ 16 വയസ്സ് മുതൽ ഈ 40 വയസ്സ് വരെ, അല്ലെങ്കിൽ അത് ജീവിച്ചിരുന്ന അത്രയും വയസ്സ് വരെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. എത്ര തന്നെ ബി ജെ പിയും ആർ എസ് എസും തള്ളിപ്പറയാൻ ശ്രമിച്ചാലും ശരി, അയാൾ ആർ എസ് എസ്സുകാരനല്ലാതാവുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ പോലും മാനസിക സമ്മർദ്ദത്തിലാക്കാൻ അയാൾ ശിവസേനയിലേക്ക് ചേക്കേറുന്നു എന്നാണ് കേട്ടത്. അങ്ങനെ ശിവസേനയിൽ ചേർന്നാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല, തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. അത്തരത്തിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്കും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും സ്വന്തം സഹപ്രവർത്തകരെ തന്നെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ഒരു ഫാസിസ്റ്റ് മനോഭാവമുള്ള പ്രസ്ഥാനമായി ഈ ആർ എസ് എസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നതായിട്ടുള്ള സംഭവഗതികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ആ വനിതാ നേതാവിൻ്റെ, മഹിളാ മോർച്ച നേതാവിൻ്റെ ആത്മഹത്യാശ്രമം അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അവർ തന്നെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷികളിലും സ്ഥാനമോഹികളായിട്ടുള്ള ആളുകളുണ്ടാവും, മത്സരിക്കാൻ തയ്യാറാവും. അവരെ ഒന്നും നമ്മൾ ഭീഷണിപ്പെടുത്തുകയോ അവരെ മത്സരിക്കുന്നത് പറയുകയോ ചെയ്യാൻ ജനാധിപത്യത്തെ നമുക്ക് അവകാശമില്ലല്ലോ. അവർക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പക്ഷേ ദൗർഭാഗ്യത്തിന് തങ്ങൾക്കിഷ്ടമില്ലാത്ത സംഘം പ്രവർത്തകരെ ശാരീരികമായിട്ട് വകവരുത്തും, അവർ നിഷ്കാസനം ചെയ്യും എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് നൽകിക്കൊണ്ടിരിക്കുന്നത്, ബി ജെ പി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ശ്രമങ്ങളെ കാണാൻ പറ്റൂ. 2, ഈ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതൃത്വം എന്ന് പറയുന്നത് ശരിക്കും ഈ മണ്ണ് മാഫിയ സംഘങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു വാർഡിൽ മത്സരിക്കുന്നത് കാപ്പ കേസിലെ പ്രതിയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ഒരു വാർഡിൽ ഒരു കാപ്പ കേസിലെ പ്രതിയെ മത്സരിപ്പിക്കാൻ തക്ക മാനസികാവസ്ഥയിലാണ് ആർ എസ് എസും ബി ജെ പിയും. കാപ്പ കേസിലെ പ്രതിയെ മത്സരിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവരെല്ലാം അടങ്ങുന്ന ഒരു നെക്സസ് ആണ്. സത്യത്തിൽ മണൽ മാഫിയ, മണ്ണ് മാഫിയ, അധോലോകം, ഇവർക്കും രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ഒരു നെക്സസ് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ ബി ജെ പിയെ നയിക്കുന്നത്. ബി ജെ പി അതായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ സ്വൈര ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് ഇവർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇവർ ജയിച്ചാൽ ഓരോ വാർഡും ഉണ്ടാകുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ ചില വാർഡുകളിൽ എല്ലാ വാർഡുകൾക്കും ഒരേപോലെ തുല്യമായിട്ട് പണം പങ്കിടുന്ന ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും തലസ്ഥാനത്തെ നഗരസഭ മേയറും സംഘവും സ്വീകരിച്ചിട്ടുള്ളത്. ചില വാർഡുകളിൽ വികസന പ്രവർത്തനം നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിച്ചാൽ, അവർ നിർദ്ദേശിക്കുന്ന, ഈ കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന കോൺട്രാക്ടർമാർക്ക് വർക്ക് കൊടുക്കണം. ആ കോൺട്രാക്ടർമാർ ഇതിന് യോജിച്ചവരല്ല, ഇതിന് പറ്റിയ ആളുകളല്ല. അവർക്ക് വർക്ക് കൊടുത്തില്ലെങ്കിൽ, അവർക്ക് വർക്ക് കിട്ടിയില്ലെങ്കിൽ വർക്ക് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷവും ചില വാർഡുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റെല്ലാ വാർഡുകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചില ബി ജെ പി വാർഡുകളിൽ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ള പരാതി ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ സത്യത്തിൽ ഒരു അണ്ടർവേൾഡിൻ്റെ, ഒരു അധോലോകത്തിൻ്റെ കൈകളിൽ അമരുന്ന ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമായി തിരുവനന്തപുരത്തെ ബി ജെ പിയും ആർ എസ് എസും മാറുന്നു എന്നുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് ഇന്ന് ഈ നഗരത്തിലെ പൗരാവലി നേരിടുന്നത് എന്നുള്ളതാണ് സഖാവ് ജോയ് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയാനുള്ളത്.